Welcome to CC English Hub. It's me Farisha Siraj. And നമ്മൾ ഇന്ന് CC English Hubൽ എങ്ങനെ 30 ദിവസം കൊണ്ട് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സിലൂടെ ഈ ഒരു ഇത്രയും കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ്, നമ്മുടെ മൊഡ്യൂൾ എന്താണ്, സ്ട്രക്ചർ എങ്ങനെയാണ്, ഇവിടെ ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ടോ അതോ ഗ്രാമർ ഇല്ലാതെ കോഡ് ഉപയോഗിച്ചാണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾ വരുമ്പോൾ നമ്മളോട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു 30 മണിക്കൂർ ക്ലാസ് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ ഏത് രീതിയിലാണ് കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ 30 hour ലൈവ് സെഷനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, 30 hour ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. ഈ 30 hour ലൈവ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ഇന്ററാക്റ്റീവ് ക്ലാസ് ആണ്. ഗൂഗിൾ മീറ്റിലൂടെ വീഡിയോ കോളിലൂടെ 1-to-1 ഇന്ററാക്റ്റീവ് സെഷൻസും അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഗ്രൂപ്പ് സെഷൻസ്, ഒരു ട്രെയിനർക്ക് 5 സ്റ്റുഡൻസ് എന്ന രീതിയിൽ ഗ്രൂപ്പ് സെഷൻസും അവൈലബിൾ ആണ്. 1-to-1 സെഷനും അവൈലബിൾ ആണ്. 1-to-1 എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ട്രെയിനർ ആയിരിക്കും. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനർക്ക് 5 സ്റ്റുഡൻസ് ആയിരിക്കും. ഇനി അടുത്ത ചോദ്യം, ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ? ഗ്രാമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമർ മീൻസ് നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ഘടന എന്നതിനാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയാ. ഗ്രാമർ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം ഗ്രാമറിനെ കുറിച്ചിട്ടാണ് അല്ലേ. ഗ്രാമർ, ഈ ഗ്രാമർ ഇല്ലാതെ പഠിപ്പിക്കാം അല്ലെങ്കിൽ എളുപ്പത്തിൽ പഠിക്കാം, 3 ദിവസം കൊണ്ട് 3 മണിക്കൂർ എന്നൊക്കെ പറയാറുണ്ട്. ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ അത് ശരിയാവോ? ഗ്രാമർ മീൻസ് ഞാൻ പറഞ്ഞു നിയമങ്ങൾ അല്ലെങ്കിൽ ഘടന എന്നാണ്. ഏതൊരു സ്കില്ലും, ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളൊരു സ്കില്ലാണ്. അതുകൂടാതെ ഏതൊരു സ്കില്ലെടുത്താലും അതിനൊരു നിയമമുണ്ട് അല്ലേ, അതിനൊരു ഘടനയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഓൾറെഡി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ലോ അല്ലെങ്കിൽ ഒരു റൂളാണ് ഈ ഗ്രാമർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതില്ലാതെ സംസാരിച്ചാൽ അത് എത്രത്തോളം ശരിയാവും? സോ ഇവിടെ നമ്മൾ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. ഗ്രാമറോട് കൂടി, അതായത് എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗ്രാമർ പഠിക്കാൻ അല്ലെങ്കിൽ ഗ്രാമർ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുകയല്ല, ഒരു സ്കില്ല് ലേൺ ചെയ്യാണ് അല്ലേ. അപ്പോൾ ഏതൊരു സ്കില്ലും എളുപ്പത്തിൽ ലേൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ബെസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉപയോഗിച്ച് നമ്മളിവിടെ ഗ്രാമർ എളുപ്പത്തിൽ ലേൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഗ്രാമറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? അവിടെ ടെൻസസ് ആണ് മെയിൻ. സ്ട്രക്ചർ, സെന്റൻസ് സ്ട്രക്ചർ ഒരു കാര്യമാണ്. പ്രിപ്പോസിഷൻസ്, അത് കൂടാതെ പ്രൊനൗൺസിയേഷൻ നോക്കണം. ക്വസ്റ്റ്യൻസ്, ഓരോ കാര്യത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ കോഴ്സിൽ. അപ്പോൾ ടെൻസസ് എടുത്താൽ നമുക്കറിയാം എത്ര ടെൻസസ് ഉണ്ട്. ടെൻസസ് മീൻസ് പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അങ്ങനെ 12 ടെൻസസ് ഉണ്ട്. പ്രസന്റ് ടെൻസ് 4 വീതം, ദെൻ പാസ്റ്റ്, ഇതുപോലെ ഫ്യൂച്ചർ, ഇങ്ങനെ നമുക്ക് 12 ടെൻസസ് ആണ് ഓൾറെഡി ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ 12 ടെൻസസും പഠിക്കുന്നു. എങ്ങനെ പഠിക്കുന്നു? കാണാതെ പഠിക്കുകയാണോ? മനഃപ്പാഠം പഠിക്കുകയാണോ? അതോ ടീച്ചർ എഴുതി അത് നോക്കി സ്റ്റുഡൻസ് എഴുതി പണ്ടത്തെ ആ ഒരു രീതിയിലല്ല. നമ്മളിവിടെ LSRW മീൻസ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്, ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ഏതൊരു ടോപ്പിക് ആണെങ്കിലും പഠിക്കുന്നത്. ഓക്കെ, ഈ 12 ടെൻസസ്, അത് കൂടാതെ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെ ചോദ്യം ചോദിക്കാം? ഉത്തരം പറഞ്ഞാൽ പോരല്ലോ, കഥ പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് അവിടെ ചോദ്യം കൂടി ചോദിക്കണം അല്ലേ. അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. അവിടെ പല രീതിയിലുള്ള ചോദ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, WH ക്വസ്റ്റ്യൻ എന്നൊക്കെ. അപ്പോൾ എല്ലാ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളിവിടെ പഠിക്കുന്നു. ഓക്കെ, അത് കൂടാതെ സിറ്റുവേഷണൽ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു. എന്താണ് നമ്മുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഈ ടെൻസസ് പഠിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളുമായി റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടെൻസ് പഠിക്കുക. ഫ്യൂച്ചർ ടെൻസ് പഠിക്കുമ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, നമ്മുടെ ഡ്രീംസ് ഡിസ്കസ് ചെയ്യുന്നു. പ്രസന്റ് ആണെങ്കിലോ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പാസ്റ്റ് ആണെങ്കിലോ നമ്മുടെ മെമ്മറീസ് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മളവിടെ നമ്മുടെ കമ്പാനിയനോട്, നമ്മുടെ ട്രെയിനറോട്, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന പോലെയാണ് നമ്മളവിടെ ഷെയർ ചെയ്യുന്നത്. ഇനി ഈ പഠിച്ച ലാംഗ്വേജ് നമ്മൾ എവിടെ ഉപയോഗിക്കും? നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ, ഇപ്പോൾ ഒരു ടീച്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരന്റ് ആണെങ്കിൽ സ്കൂളിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു സ്കൂൾ സിറ്റുവേഷണൽ ഇംഗ്ലീഷ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ഒരു സ്കൂൾ എന്ന സിറ്റുവേഷൻ എടുത്താൽ നമുക്ക് അവിടെ എന്തൊക്കെ ഫ്രേസസ് ഉപയോഗിക്കാം, എന്തൊക്കെ ഇഡിയംസ് യൂസ് ചെയ്യാം. ഇങ്ങനെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ബേസിക് സംസാരിക്കുന്ന ഇംഗ്ലീഷ് അല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലിൽ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്ത് സംസാരിക്കാം. ഇങ്ങനെ ഓരോ സിറ്റുവേഷനും, സ്കൂൾ, ഹോസ്പിറ്റൽ, റെയിൽവേ സ്റ്റേഷൻ,
ഷോപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഈ ഓരോ സിറ്റുവേഷൻ എടുത്തിട്ട് നമ്മൾ സംസാരിക്കുകയാണ്. ഇനി ഗ്രൂപ്പിലേക്ക് വരുമ്പോഴോ ഗ്രൂപ്പിൽ മാത്രമല്ല ഇൻഡിവിജ്വലും നമുക്ക് എന്ത് ചെയ്യാം, ഡിബേറ്റ്, ഡിസ്കഷൻ, ഇന്റർവ്യൂ, ട്രെയിനിങ്. ഈ ഒരു 12 or 13 ഡേയ്സിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യും, ടെൻസസും ഗ്രാമർ ഓൾമോസ്റ്റ് എല്ലാ റൂൾസും കവർ ചെയ്യും. അത് കൂടാതെ ബാക്കിയുള്ള ലാസ്റ്റ് ഒരു 10 ഡേയ്സ് നമ്മൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ മൊഡ്യൂള് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇന്റർവ്യൂ ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് വേണ്ടതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ രീതിയിലേക്ക് കോഴ്സ് ഡിസൈൻ ചെയ്യാം, കോഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇനി ഒരു ടീച്ചർ ആണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ട്രെയിനിങ്, ടീച്ചേഴ്സിന് പ്രത്യേകം നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ബാക്കി കാര്യങ്ങളാണ് നമ്മൾ അവിടെ നൽകുക. ഇനി അത് കൂടാതെ അങ്ങനെ പ്രത്യേകം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാൻ കഴിയും? നമ്മുടെ അടുക്കൽ എൻക്വയറിയുമായി വരുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഒരു ഫ്രീ ആയി ഒരു ഡെമോ ക്ലാസ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ട്രെയിനറുടെ ടീച്ചിങ് മെത്തേഡ് നിങ്ങൾക്ക് അവിടെ മനസ്സിലാക്കാനും ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് എടുത്ത് ജോയിൻ ചെയ്താലും മതി. ഇനി ഈ ഒരു ഡെമോ ക്ലാസ്സിലൂടെ ട്രെയിനർക്ക് നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ലെവൽ മനസ്സിലാവുകയും നിങ്ങളുടെ നീഡ് അവിടെ ഓപ്പണായി സംസാരിക്കാനുമുള്ള ഒരു അവസരം കൂടിയാണ്. സോ ആ രീതിയിൽ ട്രെയിനർക്ക് സ്റ്റുഡൻറ്റിന്റെ ലെവൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായും ഫ്രീ ആയ ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ.